വെൽക്കം ബാക്ക് റോട്ടോ ടോക്സ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ RCB വേഴ്സസ് ചെന്നൈയുടെ വീഡിയോ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മത്സരം കഴിഞ്ഞത്. നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം അരുൺ ട്രാവലിംഗ് ആയിരുന്നു. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാറിലിരുന്നിട്ടൊക്കെ, അപ്പോൾ കണ്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമായിരുന്നു, അത് കാരണമാണ് അത് മിസ്സായി പോയത്. അല്ല, നമ്മളത് വേറെ രീതിയിലൊന്നും നിങ്ങൾ എടുക്കരുത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ, കാരണം ഒരുപാട് പേര് നമുക്ക് കമന്റിലും വേറെ പല വീഡിയോയുടെ അടിയിലൊക്കെ കമന്റ് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു RCB ചെന്നൈ മത്സരത്തിന്റെ വീഡിയോ. അതുപോലെ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കേണ്ടെന്ന്, ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ലേറ്റ് ആണ്, അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ടാർഗറ്റ് വെച്ചിട്ട് നമ്മളൊരു 500 ലൈക്കാണ്, അപ്പോൾ അത് നിങ്ങളൊന്ന് തരിക. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ മത്സരം നടക്കേണ്ടതെന്ന് അറിയില്ല. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സമ്മാനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീമിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ രണ്ട് ഇതിൻ്റെയും ലിങ്ക് ഐ ബട്ടണിലും അതുപോലെ കമന്റ് ബോക്സിലും ഉണ്ടായിരിക്കും. അപ്പോൾ അരുൺ, എന്താണ് ചെന്നൈ തീരുമാനമായില്ലോ? അവസാന സ്ഥാനത്ത് തന്നെ ആവുമല്ലോ, ഏകദേശം ഉറപ്പായില്ലേ? ഉറപ്പിക്കാൻ 100% ഉറപ്പിക്കാൻ പറ്റില്ല. എന്തായാലും നിലവിലൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവസാന സ്ഥാനത്തോട്ട് തന്നെ ആയിരിക്കും. എന്തായാലും മാച്ച് എല്ലാവരും കണ്ടു കാണും ഓൾറെഡി. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞു. അപ്പൊ നമ്മൾ മാച്ചിനെ പറ്റി ഇനി കൂടുതൽ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ, മത്സരത്തിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വേണ്ടി നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചു. കാരണം ആദ്യം നമുക്ക് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ പറ്റി അന്വേഷിക്കണമെന്നുണ്ടല്ലോ കുറെ ആൾക്കാർ നമ്മുടെ വീഡിയോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ കേൾക്കേണ്ട RCB പറ്റി നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ അവരുടെ ഓഡിയൻസ് RCB ഓഡിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇംഗ്ലീഷ് പ്ലേയേഴ്സിനെ പറ്റിയാണ് അവർ കൂടുതൽ അറിയേണ്ടത്. അപ്പൊ RCB തുടങ്ങാൻ എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷ് പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ വേണ്ട, ചെന്നൈ തുടങ്ങാം. എന്നിട്ട് അല്ല, CSKയുടെ ഒരു കംപ്ലീറ്റ്ലി മോശം പെർഫോമൻസ് എന്നല്ല, എന്നാൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെന്നൈക്ക് ജയിക്കുകയാണെന്നുള്ള മത്സരമായിരുന്നു. ചെന്നൈ കൈവിട്ട് കളഞ്ഞ മത്സരം എന്ന് തന്നെ പറയാം. RCBയുടെ ബാറ്റിംഗിൽ ഇപ്പൊ ഇന്നലെ ജേക്കബ് ബീത്തലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സാൾട്ടിന്റെ പേരായിരുന്നു അദ്ദേഹം വന്നത്. അപ്പൊ ചെന്നൈ ബോളിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചെന്നൈ ബോളിംഗ് ഈ സീസണിൽ കുറച്ച് ബാറ്റിങ്ങിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും ബെറ്റർ ആയിട്ട് വന്നിരുന്ന ബോളിംഗ് ആണ്. എസ്പെഷ്യലി ഖലീൽ അഹമ്മദ്. അദ്ദേഹം സ്റ്റിൽ ഈ നിലവിൽ ഇന്നലത്തെ വരെയുള്ള സ്റ്റാറ്റ്സ് നോക്കിയാൽ പോലും ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞ ബോളർ ഖലീൽ അഹമ്മദാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വൈഡ് എറിഞ്ഞ ബോളർ എന്ന് പറയുന്നത് പതിരാണായിരിക്കും. പക്ഷെ RCBക്കെതിരെയുള്ള കളി പതിരാണ് 300 ഗംഭീരമായിട്ടാണ് എറിഞ്ഞത്. വളരെ മികച്ച രീതിയിലാണ് 300 എറിഞ്ഞത്. അതിൽ ജഡേജ ആയാലും 100 ആയാലും അൻഷുൽ കാമ്പോജ് ആയാലും ഒക്കെ വളരെ മികച്ച രീതിയിലാണ് അവരുടെ ഒരു സ്പെല്ല് പൂർത്തിയാക്കുന്നത്. പക്ഷെ ഖലീൽ അതുവരെ ഏറ്റവും ബെറ്റർ ആയിട്ട് അറിഞ്ഞ ഖലീലാണ് എന്തായാലും ഏറ്റവും കൂടുതൽ തല്ലി വാങ്ങി, അല്ലെ RCBക്കെതിരെയുള്ള മത്സരത്തിൽ ഏറ്റവും അടി വാങ്ങുന്ന ഒരു കാഴ്ച. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശരിയാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മോശമാവുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന പോലെ ഇന്നലെ ഇപ്പോൾ നമുക്കറിയാം, ഈ എപ്പോഴും ചെന്നൈ നല്ല രീതിക്ക് റൺസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഗ്രൗണ്ടാണ്. 200 റൺസ് എന്ന് പറയുന്നത് അടിക്കുന്ന ഒരു സ്കോറാണ്. അത് ചേസ് ചെയ്യാനും പറ്റുന്ന ഒരു സ്കോർ തന്നെയാണ് ചെന്നൈ തുടക്കം. ഐ മീൻ ആദ്യത്തെ ഒരു 10-15 ഓവർ നല്ല രീതിക്ക് റൺസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ് സെക്കൻഡ് ബാറ്റിങ്ങിലൊക്കെ. അത് അപ്പൊ ഇന്നലെ 200+, ഐ മീൻ RCB 200+ എടുക്കുമ്പോൾ പോലും ജയിക്കുന്നുള്ള പ്രതീക്ഷ ഒന്നും ഇല്ല. പക്ഷെ ആദ്യത്തെ കുറച്ച് ചെന്നൈയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ വളരെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷ ആയിരുന്ന ഒരു സ്റ്റാർട്ടായിരുന്നല്ലോ ചെന്നൈയുടെ. എന്തായാലും ചെന്നൈയുടെ ബോളിംഗ് ആണ് ഏറ്റവും നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയാം. അത് നമുക്കറിയാം, റൊമാരിയോ ഷെപ്പേർഡ് ഖലീൽ അഹമ്മദിനെ കൊന്ന് കൊല വിളിച്ച ആ ഒരു ഓവർ, എനിക്ക് തോന്നുന്നു ഇത്രയും വേഴ്സ്റ്റ് ആയിട്ട് അദ്ദേഹം പന്തെറിയുന്ന ഒരു കാഴ്ച. എനിക്ക് തോന്നുന്നു അവിടെയും ധോണിയുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം ഓൾറെഡി 2 ഓവറിൽ നല്ല രീതിക്ക് അടി കിട്ടി, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതാണ് ഖലീൽ അഹമ്മദ് എറിയാൻ വരുന്നത് 3ാമത്തെ ഓവർ. ഒരു പക്ഷേ അവിടെ അൻഷുൽ കാമ്പോജിന്റെ ഒരു ഓവർ ബാക്കി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സാംകറിന്റെ ഒരു ഓവർ ബാക്കി ഉണ്ടായിരുന്നു. നമ്മുടെ ടീമിൽ ഇത്ര ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. സോ നമ്മൾ ഒരു പ്ലെയർക്ക് പറ്റുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ വേറെ പ്ലെയറെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് ചെയ്യാതെ വീണ്ടും അദ്ദേഹത്തിന് തന്നെ ഓവർ കൊടുത്ത് ആ ഓവറിലാണ് കളി തിരിച്ചത്. കാരണം 17-18 ഓവറിൽ 150 എന്നുള്ള നിലയിൽ അല്പം സ്ട്രഗ്ലിംഗ് ആയിരുന്നു RCB. പക്ഷെ അവിടെ നിന്ന് മത്സരം അവർക്ക് വളരെ ഒരു അനുകൂലമായിട്ടുള്ള രീതിയിലോട്ട് മാറ്റുന്ന ഒരു കാഴ്ചയാണ് ആ 2 ഓവറിൽ. അതുവരെ നല്ല രീതിയിൽ പന്തെറിഞ്ഞ പതിരാണ് ലാസ്റ്റ് ഓവറിൽ വീണ്ടും തല്ലുവാങ്ങുന്ന ഒരു കാഴ്ച. അപ്പോൾ എനിവേ എന്തായാലും CSKയുടെ ബോളിംഗ് നിര കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ കളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ചേഞ്ചസ് ക്യാപ്റ്റൻ ധോണിയുടെ ഭാഗത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ജയിക്കേണ്ട ഒരു കളിയായിരുന്നു. ഒരു പക്ഷെ ഞാൻ പറയട്ടെ, അത് കുറച്ചുകൂടി പേഴ്സണലാണ്. ഇപ്പൊ ജയിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ലെങ്കിൽ പോലും ചിന്നസ്വാമിയിൽ RCBക്കെതിരെ ജയിക്കണമെന്ന് ഓരോ ഫാൻ ആഗ്രഹിച്ചു കാണും. നമുക്കറിയാം ഗ്രൗണ്ടിൽ അന്തരീക്ഷം, അതിൽ പുറത്തുണ്ടായിരുന്ന മത്സരത്തിന് മുൻപ് പുറത്തുണ്ടായിരുന്ന കാര്യങ്ങൾ. അതിന് മുമ്പ് ലോലിപോപ്പിന്റെ ആക്ച്വലി അത് AI ജനറേറ്റഡ് പിക്കാണ് എന്ന രീതിയിലാണ് ഇപ്പോ ഞാൻ കുറെ വീഡിയോസിൽ കണ്ടത്. അങ്ങനത്തെ ഒരു സംഭവം ആ ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടില്ല. അതൊരു AI ജനറേറ്റഡ് പിക്കായിരുന്നാണ് ഇപ്പൊ അറിയുന്നതിനെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയില്ല. പക്ഷെ AI ജനറേറ്റഡ് പിക്കായിരുന്നു എന്നാണ് എല്ലാവരും. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും അത് മത്സരത്തിന് പുറത്തിറന്ന കാര്യങ്ങൾ വേറെ വശം. എന്തായാലും ഗ്രൗണ്ടിലും RCB എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ച് വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ CSKയുടെ മറ്റൊരു പരാജയം, മറ്റൊരു ബോളിങ്ങിലെ വീഴ്ച കൊണ്ട് നമ്മൾ തോൽക്കുന്ന കാഴ്ച. അല്ല, നമ്മുടെ അഭയൻ കളിയാണെങ്കിൽ ആദ്യം ചെന്നൈ ജയിക്കുന്ന പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ RCB ഫാന്.
ഇത് ചെന്നൈ ജയിക്കുന്ന തോന്നണെന്ന് പറഞ്ഞിട്ടുണ്ട് അത്. ചെന്നൈ ജയിക്കേണ്ട ഒരു മത്സരം അതാണ്. ഇപ്പൊ ചെന്നൈയുടെ ബാറ്റിങ്ങിലോട്ട് വരാൻ നോക്കുക. അപ്പൊ അതുപോലെ RCBയുടെ ബാറ്റിങ്ങിലോട്ടും വരേണ്ടതായിട്ടുണ്ട്. RCBയുടെ ബാറ്റിംഗ് ജേക്കബ് ബീത്തൽ ഞാൻ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത RCB പ്ലേയേഴ്സ് നമ്മുടെ എക്സ്പെക്ടേഷന് മുകളിൽ കളിക്കുന്ന ഒരു കാഴ്ച ഈ സീസൺ. ഞാൻ ജേക്കബ് ബീത്തലിന് ഇത്തരത്തിലുള്ള പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും അദ്ദേഹത്തിന്റെ വളരെ മികച്ചൊരു പ്രകടനം. അപ്പോൾ ജേക്കബ് ബീത്തലും കോഹ്ലിയും കൂടി നൽകിയ ഒരു സ്റ്റാർട്ട് ഉണ്ട്. പക്ഷെ മിഡില് അതുപോലെ തന്നെ പഠിക്കല്, അതുപോലെ തന്നെ പട്ടിദാർ, ഇവർക്കൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഘട്ടത്തിൽ RCB നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. 18 ഓവറിൽ 150, 160 ആ റേഞ്ചിൽ ഒരു പക്ഷെ 180 ഒതുക്കാവുന്ന ഒരു സ്കോർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെയാണ് റൊമാരിയോ ഷെപ്പേർഡ് അദ്ദേഹം 30+ ഒരു ഓവറിൽ അടിക്കുന്നത് അദ്ദേഹം ഇതിനു മുമ്പും ചെയ്തിട്ടുള്ള കാര്യമാണ് മുംബൈയിൽ വെച്ചിട്ട്. അന്നും ടിംബഡയോടെ ആയിരുന്നു നോൺ സ്ട്രൈക്കില്. അപ്പോൾ അത് വീണ്ടും അദ്ദേഹം ആവർത്തിച്ച ഒരു സന്ദർഭം. വളരെ ക്വിക്കായിട്ടൊരു 50 അദ്ദേഹം അടിച്ച് അത് അവിടെ തന്നെ ചെന്നൈയുടെ പ്രതീക്ഷകളൊക്കെ കിടന്നൊരു സിറ്റുവേഷൻ ആണ്. ഒരു പക്ഷെ RCB ഫാൻസ് വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു ലെവലിലായിരുന്നു. ആ ഒരു സ്റ്റാർട്ട് മുതലാക്കാൻ മിഡിൽ ഓർഡറിന് പറ്റിയില്ല എന്നുള്ളത്. പക്ഷെ ഷെപ്പേർഡിന്റെ ആ ഒരു ഇന്നിങ്സ്, അതൊരു ടിംഡേവിന്റെ ഒക്കെ ഒരു ഇന്നിങ്സ് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് RCBനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഒരു ഗംഭീര ഇന്നിങ്സ് തന്നെയായിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച്. അപ്പോൾ CSKയുടെ ബോളിംഗ് പിഴവെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു 50 റൺസൊക്കെയാണ് അവസാനത്തെ 2 ഓവറിന് പോയത്. അപ്പോൾ അവിടെ തന്നെ ചിന്തിക്കാമല്ലോ, ഒരു പക്ഷേ ഒരു 25 റൺസേ പോയില്ലെങ്കിൽ പോലും വളരെ ഈസിയായിട്ട് CSKക്ക് കളിയിലേക്ക് വരായിരുന്നു. അപ്പൊ ആ ഒരു ആ ഒരു 2 ഓവറാണ് മത്സരത്തിന് ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം. അപ്പൊ RCBയുടെ അവരുടെ ഇപ്പൊ കഴിഞ്ഞ വർഷം ദിനേശ് കാർത്തിക് ഒക്കെ കളിച്ചിരുന്ന ആ ഒരു പൊസിഷനാണ് കൊല്ലം ടിംഡേയോടായാലും ഷെപ്പേർഡായാലും കളിക്കുന്നത്. അവർക്ക് പരിപൂർണ്ണ ഉത്തരവാദിത്തത്തോട് തന്നെ ആ ഒരു ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ മിഡിൽ ഓർഡറിൽ ഇപ്പോൾ ജിതേഷ് ശർമ്മയൊക്കെയാണ് ഒട്ടും ഫോം കണ്ടെത്താതെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച. അതുപോലെ പട്ടിദാറും ഒരു കൺസിസ്റ്റൻസി കാണിക്കുന്നില്ല. എന്തായാലും അത് RCBക്ക് ഒരു ചെറിയൊരു പ്രശ്നമാണ്. എന്തായാലും ലോവർ ഓർഡർ ബെറ്റർ ആവുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം അങ്ങനെ വരുന്നില്ല എന്ന് മാത്രം. ഇനി തിരിച്ച് ചെന്നൈയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ അവിടെയാണ് കുറച്ച് വിവാദങ്ങളൊക്കെ വന്നൊരു സന്ദർഭം ഉണ്ടായത്. എന്തായാലും CSKയുടെ ബാറ്റിങ്ങിലോട്ട് ആയുഷ് മാത്രം നമ്മൾ ആ പ്ലെയറെ പറ്റി പറയാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം മറ്റൊന്നുമല്ല, ഒരു 17 വയസ്സുള്ള ഒരു യങ്സ്റ്റർ RCBയുടെ ആ ഒരു ഗ്രേറ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെതിരെ കഴിഞ്ഞ അപ്പം ഞാൻ പറയാം 17 വയസ്സുള്ള ഒരു യങ്സ്റ്റർ RCBയുടെ ആ ഒരു ബോളിംഗ് ലൈനപ്പിനെതിരെ നടത്തിയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് അത് എടുത്ത് തന്നെ പറയണം. ഒരു കിഡിലൻ ഇന്നിങ്സ് തന്നെയായിരുന്നു. ഒരു ജയം അർഹിച്ചിരുന്ന ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു. പക്ഷെ അതൊരു ലോസിംഗ് കോഴ്സിലോട്ട് അത് വഴിമാറിപ്പോകുന്ന ഒരു ദുഃഖകരമായ കാഴ്ച. എന്തായാലും അദ്ദേഹം അതുപോലെ ഷൈഖ് റഷീദാണ് ഓപ്പണിംഗിൽ വന്നത്. ഷൈഖ് റഷീദ് പെട്ടെന്ന് തന്നെ പുറത്താവുന്നു. അതുപോലെ സാംകറൻ പുറത്താവുന്നു. എന്നെ ഞെട്ടിച്ചത് ജഡേജയുടെ ഒരു ഇന്നിങ്സ് ആണ്. ജഡേജ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഒരു 1 ഓഫ് ദി ബെസ്റ്റ് ഇന്നിങ്സ് ആയിരുന്നു എന്ന് തന്നെ പറയാം. അത്രയും ഒരു ലോങ് ഇന്നിങ്സ്, അതും അദ്ദേഹം ഇത്രയും ഒരു ലോങ് ഇന്നിങ്സ് പാർട്ട്ണർഷിപ്പിൽ പങ്കാളിയാവുന്നൊക്കെ ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ജഡേജയും ആയുഷ് മാത്രയും കൂടെയുള്ള ഒരു ഇന്നിങ്സ് അത് എടുത്ത് തന്നെ പറയണം. വളരെ ആ ഒരു സന്ദർഭത്തിൽ ചെന്നൈ വളരെ കംഫർട്ടബിൾ ആയിട്ട് മത്സരം ജയിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചെന്നൈയുടെ മിഡിൽ ഓർഡറും ലോവർ ഓർഡറിന്റെയും ഒരു പരിതാപകരമായ ഒരു അവസ്ഥ. അപ്പോൾ അത് ഒന്നുകൂടി അപ്പോൾ ബ്രേവിസ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന്. പക്ഷെ ബ്രേവിസിന്റെ ആ ഒരു ഔട്ട് LBW വിക്കറ്റ്, അത് അതിനെപ്പറ്റിയാണ് കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. DRS ടൈമിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് ഒന്നും പ്രശ്നമില്ല. കാരണം അമ്പയർ ഔട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ ബോൾ ഡെഡ് ആണ്. അവിടുന്ന് തൊട്ടിട്ട് ടൈമർ സ്റ്റാർട്ട് ആവും. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജഡേജ ആയാലും ബ്രേവ്സ് ആയാലും അമ്പയർ ഔട്ട് വിളിച്ചതിന് ശേഷം എന്തിനാണ് ഓടുന്നത്? ഇനിയിപ്പോൾ അത് റിവ്യൂ കൊടുത്ത് അമ്പയർ ഇപ്പോൾ അത് നോട്ട് ഔട്ട് ആണെന്ന് വിളിച്ചാൽ പോലും ആ ഒരു റണ്ണ് കിട്ടില്ല. ഈ റിവ്യൂവിനുള്ള വേറൊരു പ്രശ്നമാണത്. കാരണം ഇപ്പൊ അമ്പയർ ആദ്യം ഔട്ട് വിളിച്ചു, പിന്നീട് അത് DRS പോയിട്ട് അത് നോട്ട് ഔട്ട് ആവുകയാണെങ്കിൽ പോലും ആ ഔട്ട് വിളിച്ച സമയത്ത് ഇപ്പൊ 4 ആണ് പോയതെങ്കിൽ പോലും ആ റൺസ് പിന്നീട് കിട്ടില്ല. അപ്പൊ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്, ചിലപ്പോൾ ബാറ്റ്സ്മാന്റെ ബാറ്റുമ്പോൾ തട്ടിയിട്ടായിരിക്കും പന്ത് പിന്നെ ബൗണ്ടറിയിലോട്ട് പോയിട്ടുണ്ടാവുക. പക്ഷെ അമ്പയർ അത് ഔട്ട് വിളിച്ചിട്ടുണ്ടാവും LBW ആണെന്ന് വിചാരിച്ചിട്ട്. പിന്നെ DRS കൊടുത്ത് അത് ബാറ്റുമ്മയാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ലീഗലി കിട്ടേണ്ട 4 കിട്ടില്ല. കാരണം അമ്പയർ ഔട്ട് വിളിച്ചു കഴിഞ്ഞാൽ ബോൾ ഡെഡാണ്, പിന്നീട് വരുന്ന ഒരു കാര്യം കൗണ്ട് ചെയ്യില്ല. അപ്പൊ അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്, ഇത്ര ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ആണ്. ഇവരെന്തുകൊണ്ട് അമ്പയർ ഔട്ട് വിളിച്ചതിന് ശേഷം റണ്ണിനായി ഓടി എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. പക്ഷെ ആ ഒരു ഔട്ട് എന്ന് പറയുന്നത് വളരെ മോശം ഗോളായിരുന്നു. അത് നമ്മൾ എടുത്ത് പറയാൻ വേണം. ഇത്രയും മാച്ച് എക്സ്പീരിയൻസ് ഉള്ള അമ്പയർ നിതിൻ മേനോനൊക്കെ ഇത്രയും ഒരു വേഴ്സ്റ്റ് ഗോൾ തന്നെ പറയാം. 5th സ്റ്റെമ്പിലോട്ട് പോകേണ്ട വന്നാണ് അദ്ദേഹം അത് ഔട്ട് വിളിച്ചത്. അപ്പൊ ആ ഒരു കോളും വളരെ മോശമായിരുന്നു. അതിനുശേഷമുള്ള CSKയുടെ പ്ലേയേഴ്സ് ബ്രേവിസിന്റെ ജഡേജയുടെ റണ്ണും അതിനുശേഷമുള്ള കാര്യങ്ങളും അതും ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. എനിവേ അത് മത്സരം കഴിഞ്ഞു, RCB ജയിച്ചു. പക്ഷെ പിന്നീട് ബ്രേവിസ് ഔട്ടായതിനു ശേഷം ധോണി വന്നിട്ടുള്ള ആ ഒരു സംഭവം അത് തന്നെയാണ് തോൽവിയിലോട്ട് നയിച്ചതെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ധോണി വന്നിട്ട് അവിടെ 8 ബോളിൽ നിന്ന് 10 റൺസാണ് എടുക്കുന്നത്. ധോണി വന്നത് കൊണ്ടാണ് അവിടെ സുയാഷ് ശർമ്മയുടെ ഓവർ വരുന്നതും ആ ഓവറിൽ 6 റൺസ് മാത്രമേ വരുന്നുള്ളൂ. ഒരു പക്ഷെ ധൂബ വരികയാണെങ്കിൽ ഒരു പക്ഷെ ആ ഓവറിൽ ഇത്രയും റൺസ് ആയിരിക്കില്ല വരിക, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു സ്പിന്നറെ ട്രൈ ചെയ്യായിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ ധോണി ഇറങ്ങിയത് ഒരു മണ്ടത്തരം തന്നെ. കാരണം സുരേഷ് ശർമ്മയ്ക്ക് ഒരു ഓവർ പെൻഡിങ് ഉണ്ട്, അത് അവർക്കറിയാം.
അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ചില മിസ്റ്റേക്സ് ആണ് നമുക്ക് ആ ഒരു വിജയം കിട്ടാതെ പോയത്. എന്തായാലും ഒരു അവസാനം ഒരു 2 റണ്ണ് തോക്കേണ്ട ആ ഒരു വിഷമകരമായ ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ഒരു കാഴ്ച. എന്തായാലും RCB ഫാൻസ് വളരെ സാറ്റിസ്ഫൈ ആണ് നിലവിൽ. എന്തായാലും RCB വളരെ നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കപ്പെടുക്കും എന്ന് തന്നെയാണ് RCB ഫാൻസ് ഇപ്പോൾ നിലവിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത്. കാരണം എല്ലാവരുടെയും ഒരു ഫോമും കാര്യങ്ങളും. ഡെത്ത് ഓവറിൽ RCBയുടെ ബോളിങ്ങിനെയാണ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് യഷ് ദയാലിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് ലാസ്റ്റ് ഓവറിലോട്ടൊക്കെ വരുമ്പോൾ ഇപ്പൊ മത്സരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു നോ ബോൾ പോകുന്നു, ഒരു ഫ്രീ ഹിറ്റ് വരുന്നു, സ്റ്റിൽ അവർ ആ മത്സരത്തിലോട്ട് തിരിച്ചു വരുന്ന ആ ഒരു കോൺഫിഡൻസ് കാര്യങ്ങൾ അത് RCB ടീമിന് ഈ സീസൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കിരീടം പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. കാരണം ബാറ്റിങ്ങും ബോളിങ്ങും കൂടി നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്തായാലും RCB കിരീടം എടുക്കാനായ ഏറ്റവും സന്തോഷമുള്ള കാര്യം, കാരണം വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു പ്ലെയർ, അദ്ദേഹം IPL തന്നെ ഏറ്റവും ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ, IPL ഒട്ടുമിക്ക എല്ലാ റെക്കോർഡുകളും സ്വന്തമായിട്ടുള്ള ഒരു പ്ലെയർ. പക്ഷെ ഒരു കിരീടം അദ്ദേഹത്തിന്റെ ഫ്രാഞ്ചൈസിനായിട്ട് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല. 18 വർഷമായിട്ട് ഒരു ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. പക്ഷെ ആ 18 വർഷത്തിൽ അദ്ദേഹത്തിന് ഒരു കിരീടത്തിലോട്ട് ടീമിന് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ അത് ഇല്ലാതെ അദ്ദേഹം പടിയിറങ്ങേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ അത് ഏറ്റവും ഒരു വിഷമമുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. ആ ഒരു കരിയർ പൂർണ്ണമാവാതെ പോകുന്ന ഒരു സന്ദർഭമായിരിക്കും. എന്തായാലും വിരാട് കോഹ്ലിക്ക് വേണ്ടി RCB ഒരു കിരീടം നേടണം. അവരുടെ അല്ലെങ്കിൽ 10-18 വർഷമായിട്ട് ഒരേപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ആരാധകർക്ക് വേണ്ടിയിട്ട് അവർ ഈ കിരീടത്താണ് നേടണം. അവർക്ക് ഏറ്റവും നല്ലൊരു ചാൻസ് ആണ്. അത്രയും മികച്ചൊരു ടീം ഈ സീസണിൽ അവർക്കുണ്ട്. പ്ലേയേഴ്സൊക്കെ അവർ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ അവർ നേടിയിരിക്കണം ആ കിരീടം. അത് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഒരുപക്ഷെ RCB കിരീടം നേടുകയാണെങ്കിൽ അത് IPL തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് തന്നെ അത് മാറുമെന്ന് കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അവർ നേടട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ടിം ഡേവിഡിന്റെ കേസാണ്. ടിം ഡേവിഡിന്റെ മികച്ചൊരു ഫോമിലേക്ക് RCB കളിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ആ വീഡിയോയിൽ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകുന്നത്. കാരണം കറക്റ്റായിട്ട് പുള്ളിയുടെ ഇവിടുത്തെ കണ്ടീഷനിൽ എങ്ങനെ കളിക്കുമെന്നാണ് നമ്മൾ അതിൽ കൂടുതൽ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പന്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് പ്രഡിക്ഷൻ തെറ്റിന്. അതുപോലെ ടീമുകളുടെ കാര്യത്തിൽ KKR SRH ഒക്കെ എല്ലാവരും പ്ലേ ഓഫിൽ കയറാൻ ചാൻസ് ഉള്ള ടീമുകൾ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതുപോലെ ഒരു പ്രഡിക്ഷൻ തെറ്റി തന്നെയാണ്. എന്തായാലും ഇപ്പൊ ടിം ഡേവിഡ് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ സീസണൊക്കെ നോക്കിയാൽ മനസ്സിലാവും. മുംബൈ ഫാൻസിനോട് ചോദിച്ചാൽ മനസ്സിലാവും, മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. നമ്മളത് കറക്റ്റ് പറഞ്ഞു. മുംബൈയിൽ നന്നായിട്ട് കളിച്ചില്ല. RCBയിൽ വന്നിട്ടൊരു പ്ലെയർ ഫോം ആവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതൊക്കെ ഈ സീസണിൽ സംഭവിച്ചൊരു കാര്യമാണ്. എന്തായാലും ടിം ഡേവിഡ് ഫോമായി, അത് RCBക്ക് വളരെ ഗുണകരമായിട്ടുള്ള സംഭവമായി. അപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ പോലെ പറയാണ്. കാരണം ഇപ്പൊ ദേവദത്ത് പടിക്കൽ ഒരു വേഴ്സ്റ്റ് ഫോമിലായിരുന്നു രാജസ്ഥാനിലും അതുപോലെ തന്നെ ലക്നൌവിലൊക്കെ. പക്ഷെ RCBയിൽ വന്നിട്ട് അദ്ദേഹം ബെറ്റർ ആയിട്ട് കളിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡിക്ഷൻസ് തെറ്റുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആവശ്യപ്പെട്ട കാരണം നമ്മൾ വീഡിയോ ചെയ്തു. അപ്പം നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ആ ടാർഗറ്റ് മറക്കരുത്. 500 ലൈക്ക് അടിക്കുക. അതുപോലെ നമ്മുടെ പ്രൊഡിക്ഷനിലുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ പങ്കെടുക്കുക, സമ്മാനം നേടുക, അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യുക.